നമസ്കാരം, ഞാൻ ആര്യ. എന്തെങ്കിലും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു കുർത്ത സെറ്റിൻ്റെ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വിത്ത് ദുപ്പട്ടയാണ്. ഇനി കാണിക്കുന്ന എല്ലാ കുർത്ത സെറ്റും ആമസോണിൽ നിന്നാണ്. അപ്പോൾ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് കൊടുത്തേക്കാൻ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ആമസോണിൽ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ ലൈവാണ്. അപ്പോൾ സെയിൽ ഡീറ്റെയിൽസും കൊടുത്തേക്കാം, ചെക്ക് ചെയ്യുക. പഴയ പ്രോഡക്ട്സ് കാണണമെങ്കിൽ എൻ്റെ ആമസോൺ സ്റ്റോറിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ അതിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് കാണിക്കാനുള്ളത് ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടമാവുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും ഈ ഒരു കുർത്ത സെറ്റ്. ഞാനും ഇതിൻ്റെ കളറിലാണ് കേട്ടോ വീണുപോയത്. അങ്ങനെ വാങ്ങിയ ഒരു സെറ്റാണ്. ഇതേ നല്ല ഒരു ലാവൻഡർ കളറിൽ വരുന്ന ഒരു കുർത്ത സെറ്റാണ്. ഇതാണ് കേട്ടോ ദുപ്പട്ട, ബോട്ടം, ഇതാണ് കുർത്ത. എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാനിത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് തീരെ ഇടാൻ പറ്റുന്നില്ല, അങ്ങോട്ട് കയറുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എത്ര തടി വെച്ചോ. അപ്പോൾ കഥ പറഞ്ഞ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള എല്ലാ കുർത്ത സെറ്റും സെയിം ബ്രാൻഡാണ്. ആമസോണിൻ്റെ തന്നെ ഒരു ഇൻഹൗസ് ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സൈസിൻ്റെ കാര്യത്തിൽ വേറെ കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാം ലാർജാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സെയിം ബ്രാൻഡല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാം ഒരുപോലെ ലാർജാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെയിം ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ എനിക്കിതെല്ലാം ഒരുമിച്ചാണ് ഡെലിവേർഡ് ആയത്. അപ്പോൾ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ ഫസ്റ്റ് എടുത്തിട്ട് നോക്കിയത് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ പണി കിട്ടിയോ, എനിക്ക് കയറുന്നേ ഇല്ല. അപ്പോൾ ഞാൻ ഇത്ര വണ്ണം വെച്ചോ, ഞാൻ ലാർജാണ് എടുത്തിട്ടുണ്ടായിരുന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് ഡെലിവേർഡ് ആയത് എക്സസ് ആണ് കേട്ടോ. അപ്പോൾ അതെ, എനിക്ക് ഡെലിവേർഡ് ആയത് എക്സസ് ആണ് കേട്ടോ. ഒരു രീതിയിലും എനിക്ക് ഇടാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതെ ഇതാണ് കുർത്ത. ഇനിയിപ്പോൾ ഇത് എക്സ്ചേഞ്ച് പോയി വന്ന് എന്തായാലും നല്ല ഡിലേ ആവും. പിന്നെ ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സെയിൽ മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ കാണിക്കാം. ഇട്ട് കാണിക്കാൻ ഒരു വഴിയില്ല, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. പക്ഷേ ഇതിൻ്റെ കളർ ഒരു രക്ഷയില്ല. നല്ല കളറാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പ്യുവർ ആയിട്ട് പോളിസ്റ്ററും അല്ല, പ്യുവർ കോട്ടണും അല്ല, അങ്ങനെ എല്ലാം മിക്സാണ്. പക്ഷേ ഇത് നല്ല സോഫ്റ്റാണ്, നല്ല രസമുണ്ട്. ഈ സമ്മറിലൊക്കെ നമുക്ക് ഇടാം കേട്ടോ. ഇതുപോലെ മിക്സ് ആണെങ്കിലും നമുക്ക് സമ്മറിലൊക്കെ ഇങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇടാൻ പറ്റും. ദുപ്പട്ട ഓർഗാൻസ ദുപ്പട്ടയാണ്. അപ്പോൾ നല്ല ഫിനിഷ് ഉണ്ട് കേട്ടോ. ഇവരുടെ എല്ലാത്തിൻ്റെയും ഇതുപോലുള്ള വർക്ക്, ത്രെഡ് വർക്ക് കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷ് ഉണ്ട്. സെയിം മെറ്റീരിയലിൽ തന്നെ വരുന്ന ബോട്ടമാണ് കേട്ടോ. സെയിം മെറ്റീരിയലാണ്. ആൻഡ് ബോട്ടം നമുക്ക് താഴെ നോക്കിയാൽ ഇതുപോലെ ഒരു ലേസൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ദുപ്പട്ടയാണ്, ഓർഗാൻസ ദുപ്പട്ടയാണ്. അതിലും ലേസൊക്കെ വരുന്നുണ്ട്. നല്ല രസമുള്ള ഒരു ഇതിൻ്റെ ഷെയ്ഡ്, ഈ ഒരു കളർ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് അങ്ങനെ എപ്പോഴും കിട്ടില്ല. ഓക്കെ, നല്ല രസമുള്ളൊരു കളർ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. ഇനി ഇന്നത്തെ കളക്ഷനിലെ അടുത്ത ഫേവറേറ്റ്. ആക്ച്വലി എല്ലാം ഇഷ്ടമായിട്ട് തന്നെയാണ് ഓർഡർ ചെയ്യാറുള്ളത്. പക്ഷെ ചിലത് കൈ കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടമാവും. ഇത്രയും നമ്മൾ പ്രതീക്ഷിക്കില്ല. എന്നാൽ ചിലത് ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടിയായിരിക്കും ഓർഡർ ചെയ്യുന്നത്. കൈ കിട്ടുമ്പോൾ അങ്ങനെ. ഓക്കെ, ഇത് കണ്ടപ്പോഴും ഇഷ്ടമായി, കൈ കിട്ടിയപ്പോൾ അതിനേക്കാളും ഇഷ്ടമായി. ബ്ലാക്ക് കൂടിയാണ്, അതുകൊണ്ട് പിന്നെ ഒന്നും പറയണ്ട. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ ഒരു കോംബോ സൂപ്പർബാണ്. പിന്നെ ഇവരുടെ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളിയാണ്. സോ കണ്ണും അടച്ചുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഞാൻ ഇതുവരെ എടുത്തതിൽ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ലൈനിങ് ഉണ്ട്. ലൈനിങ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലൊക്കെ തന്നെയാണ്. പിന്നെ കോട്ടൺ അല്ല, എല്ലാം അതെ കോട്ടൺ അല്ല, മിക്സാണ്, പോളിസ്റ്റർ മിക്സാണ്. അപ്പോൾ അത് ഒന്ന് മനസ്സിൽ വയ്ക്കുക. പക്ഷെ നല്ല മെറ്റീരിയലാണ്, നമ്മൾ കൊടുക്കുന്ന കാശിന് വർത്താണ്. ഇനി ഇതിൻ്റെ വർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫിനിഷ് ഉണ്ട് കേട്ടോ. നെക്കിലൊക്കെ സീക്വൻസ് ഉണ്ട്. ബോഡി ത്രൂ ഔട്ട് നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വരിക, ബാക്ക് പ്ലെയിൻ ആണ്. ഓക്കെ, ബാക്കിൽ പ്ലെയിൻ ആണ്, പക്ഷെ ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വരിക. സ്ലീവ്സ് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. എല്ലാം 3/4 സ്ലീവ്സ് ആണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ. ഇത് ലാർജ് തന്നെയാണ്, ഞാൻ എടുത്തിട്ടുള്ള സൈസ് ലാർജ് തന്നെയാണ് കേട്ടോ. ഇനി ബോട്ടം നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ബോട്ടം ആണ് വരുന്നത്. ദുപ്പട്ടയിലും വർക്ക് ഉണ്ട് കേട്ടോ. ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഇത് നൈലോൺ മെറ്റീരിയൽ വരുന്ന ദുപ്പട്ടയാണ്. പക്ഷെ നല്ല രസമുണ്ട്. എല്ലാ ദുപ്പട്ടയും അത്യാവശ്യം ലെങ്ത് ഉണ്ട്.
നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ദേ ഈദൊക്കെ വരികയല്ലേ, അപ്പോൾ ഇതെനിക്ക് തോന്നി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത കുർത്ത സെറ്റ്, ലാസ്റ്റ് കാണിച്ചൊരു ബ്ലാക്ക് അല്ലേ, അപ്പോൾ നെക്സ്റ്റ് ഒരു ഓഫ് വൈറ്റ് ആകാം. ഇതാണ് കേട്ടോ. ഈ ഒരു കുർത്ത സെറ്റ് മാത്രം കോൺട്രാസ്റ്റ് കളർ ദുപ്പട്ടയാണ് വരുന്നത്. അതായത് ടോപ്പും ബോട്ടം ഈ സെയിം മെറ്റീരിയലിൽ സെയിം കളർ, ദുപ്പട്ട മാത്രം ഒരു ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യോക്കിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട്. ബാക്കി ബോഡി ഫുൾ പ്ലെയിൻ ആണ്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ പ്ലെയിൻ ആണ്. ഇതിന് ലൈനിങ് ഇല്ല. ഈ ഒരു കുർത്ത സെറ്റിൻ്റെ സിമിലർ പാറ്റേണിലുള്ള വേറെ ബ്രാൻഡ്സ് എന്ന് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലൊരു സിമ്പിൾ ഒരു കുർത്ത സെറ്റ് ഇതാണ് കേട്ടോ. ദുപ്പട്ട വരുന്നത് ഇതുപോലൊരു ബ്ലൂവിൽ ഇങ്ങനെ ഗോൾഡൻ ത്രെഡ് പോകുന്നുണ്ട്. നല്ല രസമുള്ള നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ്. ഇനി ഈ ഒരു കളർ കോമ്പിനേഷൻ, ഈ ഒരു ഓഫ് വൈറ്റ് നല്ലൊരു രസമുള്ള കളർ കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രഡീഷണൽ ഫങ്ഷനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ, അമ്പലത്തിൽ പോകുമ്പോഴോ അങ്ങനെയൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു കുർത്ത സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് കുർത്ത സെറ്റ് ദേ നല്ല ഒരു മസ്റ്റർഡ് കളറിൽ വരുന്ന ഒരു കുർത്ത സെറ്റാണ്. ആർക്കിട്ടാലും ഫേസ് ഭയങ്കര ഒന്ന് ബ്രൈറ്റൻ ചെയ്യിക്കുന്ന ഒരു കളറാണ് ഈ ഒരു മസ്റ്റർഡ് യെല്ലോ കളർ. അപ്പോൾ നല്ല രസമുണ്ട്. ഇതൊക്കെ ലാർജ് തന്നെയാണ് കേട്ടോ സൈസ്. എനിക്ക് ഫസ്റ്റ് പറഞ്ഞതിൽ മാത്രമാണ് ഒരു അബദ്ധം പറ്റിയത്, ബാക്കിയൊക്കെ സെയിം ലാർജാണ്. അപ്പോൾ നെക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു യോക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു വർക്ക്, ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ബാക്കി ബോഡി ത്രൂ ഔട്ട് പ്ലെയിൻ ആണ്. സ്ലീവ്സിൽ ഒന്നും വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ദുപ്പട്ടയാണ് മറ്റൊരു ഹൈലൈറ്റ്. സെയിം കളർ തന്നെയാണ്, പക്ഷെ നമ്മളിപ്പോൾ ആ ഒരു ലാസ്റ്റ് കണ്ട ഓഫ് വൈറ്റ് കുർത്ത സെറ്റിൻ്റെ ദുപ്പട്ടയിൽ പറഞ്ഞ അതേ സെയിം ഒരു ഡിസൈനിൽ ആണ് ഈ ഒരു ദുപ്പട്ട വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഗോൾഡൻ ത്രെഡ് വർക്ക് പോകുന്ന ഒരു ദുപ്പട്ടയാണ്. പക്ഷെ ഈ ഒരു കളറിലായതുകൊണ്ട് അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു ഓഫീസിലോ ഒക്കെ ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിലൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചൊരു ക്ലാസി ലുക്ക് വേണം, ഭയങ്കര ഓവർ ആവാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കോളനൊക്കെയാണ് മൊത്തത്തിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ എല്ലാം നല്ല രസമുണ്ട്. ഭയങ്കര ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു ലുക്കായിരിക്കും. പിന്നെ നമുക്ക് സ്റ്റൈൽ ചെയ്യുന്ന പോലെ ഇരിക്കും. എന്നാലും ഈ ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് മസ്റ്റർഡ് യെല്ലോയിൽ ഗോൾഡൻ വർക്ക് വരുമ്പോൾ അതൊരുപാട് അങ്ങനെ എടുത്ത് നിൽക്കില്ല. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നെക്സ്റ്റ് നല്ല വൈബ്രൻറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാകുന്ന ഒരു കുർത്ത സെറ്റാണ്. അതേ നല്ലൊരു ഓറഞ്ച് ബ്രൗൺ കോമ്പിനേഷനിൽ വരുന്നൊരു കുർത്ത സെറ്റാണ്. ഇത് ഇങ്ങനെ പാനൽ ചെയ്ത് വരുന്നൊരു ടോപ്പാണ് കേട്ടോ. ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ലേസ് പാനൽ അടിച്ചിട്ട് വരുന്നൊരു കുർത്തയാണ്. വേറൊരു പ്രിൻറ്റിലുള്ള ഒരു ബോട്ടമാണ്. ഓക്കെ, ഈ ഒരു പ്രിൻറ്റിലാണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്ത് വരുന്ന ദുപ്പട്ടയാണ്. ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ, ഈ സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ. പിന്നെ വിട്ട് കുറവാണ് കേട്ടോ, ദുപ്പട്ടയ്ക്ക് വിട്ട് കുറവാണ്. അപ്പോൾ നമുക്ക് സിംഗിൾ ലെയറായിട്ട് ഇടാനായിട്ട് അങ്ങനെ പറ്റുന്ന രീതിക്കുള്ള ദുപ്പട്ടയാണ്. ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്നീ കാണിച്ചിട്ടുള്ള 5 കുർത്ത സെറ്റിൻ്റെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിന് മുന്നേ വാങ്ങിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞത് മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.